അങ്ങനെ ഒരു കച്ചവട താല്പര്യം മുൻനിർത്തി തന്നെയാണ് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലൊക്കെ ഈ കാനനവാസൻ്റെ ഈ കാനനത്തിൽ നിന്നും സ്വർണം കൊണ്ടുപോയത് എന്ന് തന്നെ പറയേണ്ടി വരും. സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവർ പോകണം. അങ്ങനെ പോയാൽ ആരൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ അവിഹിതമായ സ്വത്തും സമ്പാദ്യവും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാകും. അയ്യപ്പനോട് കളിച്ചവരാരും കേരളത്തിൽ രക്ഷപ്പെട്ട ചരിത്രമില്ല. ഈ 3 അറസ്റ്റുകൾക്ക് ശേഷം മറ്റൊരു പ്രതി അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതാരാണ്? എൻ വാസു. ആരാണ് വാസു? വാസുവിനെ അറസ്റ്റ് ചെയ്താൽ പിന്നെ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ, 2 സ്റ്റെപ്പ്. ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ, ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അധികാരത്തിലിരുന്ന 10 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒട്ടനവധി ആരോപണങ്ങളും അതിലൊരുപാട് സത്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭരണം മാറാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണമോഷണം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ PMCയും ബാക്കിയുള്ള ആരോഗ്യമേഖലയുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ശബരിമല മോഷണ വിഷയത്തിൽ നിന്നും അദ്ദേഹത്തിന് മാറിപ്പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റുമാരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു, അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഒരു പക്ഷേ മന്ത്രിയടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലേക്ക് വരുന്നു മുൻമന്ത്രിമാർ. ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തരണം ചെയ്യാൻ കഴിയുന്നതാണോ ഈ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ? പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടം അവരെ സംബന്ധിച്ചിട്ട് ഒട്ടും ആശാസ്യമായിട്ടുള്ളൊരു കാലം അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ദുരന്തങ്ങളുടെ ഭൂമിയായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയാഘാതം വന്ന് ആൻജിയോപ്ലാസ്റ്റി ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വോയിസ് ക്ലിപ്പ്, അവസാന സന്ദേശം എന്നുള്ള രീതിയിൽ ഒരു വോയിസ് ക്ലിപ്പ് അയക്കുകയാണ്. അതിനകത്ത് പറയാണ്, എടാ ഇവിടെ മുഴുവൻ അഴിമതിയാണ്, ഒരു ചികിത്സയും ലഭിക്കുന്നില്ല എന്ന് പറയത്തക്ക രീതിയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ഘട്ടം. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. 4.80 ലക്ഷം കോടി രൂപയുടെ പൊതുകടം എന്ന് പറയുന്നത് 2 വർഷം മുൻപുള്ള കണക്കാണ്. അതിനേക്കാളും കൂടിയ തോതിലേക്ക് കേരള സംസ്ഥാനത്തിൻ്റെ പൊതുകടം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളം മുഴുവൻ നടന്നുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം തറക്കല്ലിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. അതുപോലെ തന്നെ BJPയുമായി സന്ധി ചേർന്ന് കേരളത്തിലൊരു തുടർ ഭരണത്തിന് പിണറായി സർക്കാർ നേതൃത്വം നൽകുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി PM ശ്രീ പദ്ധതിയിൽ ഘടകകക്ഷികളെപ്പോലും വിശ്വാസത്തിലെടുക്കാതെ ഒപ്പിടുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എല്ലാത്തിൻ്റെയും തകർച്ചയുടെയും ഒരു ഹേതുവായി, കാരണമായി പിണറായി വിജയനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ശബരിമല വിഷയം. ഈ വിഷയം വ്യാപകമായി കേരളത്തിൽ എല്ലാ ചാനലുകളും തുടർച്ചയായി സംസാരിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള നവമാധ്യമങ്ങൾ എത്രയോ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം സത്യം പറഞ്ഞാൽ ഇപ്പോഴും വേണ്ടുന്ന രീതിയിൽ പുറത്തു വന്നിട്ടില്ല. ഇതിനകത്തൊരു അന്താരാഷ്ട്ര ബന്ധം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ വിഷയം ഉത്ഭവിച്ച കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു വമ്പൻ മുതലാളിക്ക് വിറ്റിരിക്കുന്നു യഥാർത്ഥ സാധനങ്ങൾ, ദ്വാരപാലക ശില്പങ്ങൾ, യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ. ആ മുതലാളിയുടെ പേര് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചാൽ അറിയാം, അദ്ദേഹം അത് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ കടകംപള്ളി സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയച്ചു. മറ്റൊരു ഹാസ്യം എന്നല്ലാതെ അതിന് നമുക്ക് മറ്റൊന്നും വിളിക്കാൻ സാധിക്കില്ല. വക്കീൽ നോട്ടീസ് കിട്ടിയതായി എവിടെയും പറയുന്നില്ല. ഇല്ല. ശ്രീ K മുരളീധരൻ ഈ കാര്യത്തിൽ പറഞ്ഞ ഒരു കൗതുകമുള്ള പ്രതികരണമുണ്ട്. അതായത് സ്വപ്ന സുരേഷ് ഇതിനേക്കാളും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സ്വപ്ന സുരേഷിനെതിരെ ഒരു വക്കീലിനെ കണ്ടെത്താൻ കടകംപള്ളി സുരേന്ദ്രന് സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു ആക്ഷേപഹാസ്യം, അല്ലെങ്കിൽ ഗൗരവം തന്നെയാണ്. അതിന് ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രസ്താവന ശ്രീ മുരളീധരൻ തന്നെ പുറപ്പെടുവിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പ്രതികരണത്തിലൊക്കെ കണ്ടതാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വിഷയം, നമ്മൾ ഭയത്തോടു കൂടി കാണുന്നത്
ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹത്തെയാണ്. കാരണം ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര ഗൂഢസംഘം, അത് മീശമാധവനെ പോലെയാണെന്നാണ് പറയുന്നത്. അതായത് ഈ സംഘത്തിൻ്റെ തലവൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പുരാവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്ത് വരും. ആ വന്നതിന് ശേഷം അത് കാണും. കണ്ടതിന് ശേഷം ഇതിൻ്റെ പരിപാവനതയും ഇതിൻ്റെ പാരമ്പര്യവും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളുമെല്ലാം പഠിക്കുന്ന ഒരു സംഘത്തെ വിടും. അതിനുശേഷം അദ്ദേഹം അത് മോഷ്ടിക്കും എന്നാണ്. ഈ ഒരു സംഘത്തിന് ശബരിമല വിഷയവുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചങ്കിടിക്കുകയാണ്. കാരണം എവിടം വരെ ഇവരെത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. ആ കൊടും ക്രിമിനലിന് ഇവിടെ മോഷ്ടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അവർക്ക് ആളെ വിടേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അവരിലേക്ക് എത്തിക്കുന്ന ചാനലാണ് അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കുന്ന മീഡിയേറ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. ഒരു കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശബരിമലയുടെ യഥാർത്ഥ വാതിൽ പടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ വാതിൽ പാളികൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം വിജയ് മല്യ സ്വർണം പൂശുകയും സ്വർണം പൊതിയുകയും ചെയ്ത ഭാഗങ്ങൾ ചെമ്പാണ് എന്ന് എഴുതി കൊടുത്തു. അപ്പം സ്വാഭാവികമായും ചെമ്പല്ലാത്ത സ്വർണം പൂശിയതും സ്വർണം പാകിയതുമായ അല്ലെങ്കിൽ സ്വർണം മൂടിയതുമായ യഥാർത്ഥ ഗോപുര നടയിലെ പുണ്യപാവനമായ പല സാധനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. ആ രീതിയിലേക്ക് എന്തുകൊണ്ട് കേരളത്തിൻ്റെ മനസ്സാക്ഷി, ആ വിശ്വാസി സമൂഹത്തിൻ്റെ മനസ്സാക്ഷി ഉയരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുൻപ് കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവാത്മകമായ സമരം എന്ന് പറയുന്നത് രണ്ട് യുവതികളെ, സ്ത്രീകൾ എന്നുള്ള പ്രയോഗം തെറ്റാണല്ലോ, രണ്ട് യുവതികളെ ശബരിമലയിലേക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കയറ്റിയതാണ്. അന്ന് കേരളമാകെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞുവീശി. ആ ആഞ്ഞുവീശലിൽ കടപുഴകി വീണു CPM-ന്റെ സ്ഥാനാർത്ഥികളെല്ലാം. കേരളത്തിൽ 19 മണ്ഡലങ്ങളിൽ 20 എന്ന് പറയാം, 1000 വോട്ടിൻ്റെ വ്യത്യാസം മാറ്റി നിർത്തിയാൽ 20 മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചതുപോലെ 20-20 അടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കാലഘട്ടത്തിൽ. പക്ഷേ പിന്നീട് ഈ വിഷയം വന്നപ്പോൾ ആ രീതിയിലുള്ള ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതിഷേധം കേരളത്തിൽ എന്തേ നടക്കാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒരു നിസ്സംഗതയാണ്. ഏതിനൊക്കെ പ്രതികരിക്കും? ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രതികരിക്കാനുള്ള നൂറുകണക്കിന് വിഷയങ്ങൾ കേരളത്തിൽ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഒരു നാൾ വഴികൾ. ഇപ്പോൾ ഇതിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണല്ലോ ഇതിനകത്ത് നിർണായകമായി നിൽക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കോടതി നൽകിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ളൊരു താക്കീതും ഡയറക്ഷനുമുണ്ട്. ഒരു കാരണവശാലും ഇത് മറ്റൊരാളുടെ ചെവിയിലേക്ക് ഒരു ഘട്ടത്തിലും എത്താൻ പാടില്ല. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ചോർത്തിക്കൊടുക്കാൻ പാടില്ല. പറഞ്ഞത് കോടതി പറയുന്നതിനപ്പുറത്തേക്ക് പോകാൻ ഒരു ഉദ്യോഗസ്ഥനും പിണറായി ആവശ്യപ്പെട്ടാൽ പോലും സാധിക്കില്ല. പക്ഷെ അവിടെ ഈ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SITക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ചില അറസ്റ്റുകൾ വൈകിപ്പിക്കാം. അത് ആർക്ക് വേണ്ടിയാ? ഇപ്പോൾ ഇവിടെ ആരൊക്കെ അറസ്റ്റ് ചെയ്തത്? നമ്പർ 1 ഉണ്ണികൃഷ്ണൻ പോറ്റി, നമ്പർ 2 മുരാരി ബാബു ഓഫീസറാണ്, നമ്പർ 3 സുധീഷ് കുമാർ. ഈ 3 നാലാമതായി ഇന്നലെ ബൈജു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ 3 അറസ്റ്റുകൾക്ക് ശേഷം മറ്റൊരു പ്രതി അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതാരാണ്? എൻ വാസു. ആരാണ് വാസു? ഈ വാസുവിലേക്കാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസ്സും മനസാക്ഷിയും പ്രതികരണവും എല്ലാം എത്തിച്ചേരേണ്ടത്. എന്താ വാസുവിൻ്റെ പ്രത്യേകത? ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. ദേവസ്വം കമ്മീഷണറായിരുന്നു. ആ കമ്മീഷണറായിരുന്ന വ്യക്തിയെ തന്നെയാണ് പിന്നീട് ദേവസ്വം പ്രസിഡന്റാക്കി മാറ്റുന്നത്. ആരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ആര് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ? കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ. സ്വാഭാവികമായും ആ വാസുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയിടങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്, സുധീഷിൽ നിന്ന്. അപ്പോൾ ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പിന്നിലാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ പിന്നെ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ, 2 സ്റ്റെപ്പ്. ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ, ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ 2 സ്റ്റെപ്പുകളിലേക്ക് ഈ അന്വേഷണം എത്തുന്നത് തടയാൻ ഉള്ള ഏക മാർഗം എന്ന് പറയുന്നത് കോടതി അവസാനമായി റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് മുന്നോടിയായിട്ട് വാസുവിൻ്റെ അറസ്റ്റിനെ എങ്ങനെയെങ്കിലും തടയുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത. 1999 വിജയ് മല്യ എന്ന വ്യവസായി ശബരിമലയിൽ സ്വർണം പൂശുമ്പോൾ മുഖ്യമന്ത്രി ഇ കെ നയനാറായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാറി, എ കെ ആൻ്റണി വന്നു. മധ്യത്തിൽ ഉമ്മൻചാണ്ടി വന്നു അതേ മന്ത്രിസഭയിൽ. അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ വന്നു. ഒരുപാട് പേർ, അതിനുശേഷം വീണ്ടും ഉമ്മൻചാണ്ടി വന്നു. ഒരുപാട് പേർ ദേവസ്വം മന്ത്രിയായും ആ കസേരയിലിരുന്നു. ആർക്കും തോന്നാത്തൊരു കച്ചവട താല്പര്യമാണ് പിണറായി വിജയന് തോന്നിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിന് എല്ലാം തരത്തിലും അതിന് പോരുന്ന ഒരു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തന്നെ ദേവസ്വം മന്ത്രിയായി നിയമിക്കുന്നു. അപ്പോൾ തന്നെ 2018 തന്നെ ഈ അടിച്ചുമാറ്റലിൻ്റെ ഇത് തുടങ്ങി എന്നാണ് എല്ലാ വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് 2019 ഇതിൻ്റെ എല്ലാ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ആ വർഷം. അങ്ങനെ ഒരു കച്ചവട താല്പര്യം മുൻനിർത്തി തന്നെയാണ് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലൊക്കെ ഈ കാനനവാസൻ്റെ ഈ കാനനത്തിൽ നിന്നും സ്വർണം കൊണ്ടുപോയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഈ കാര്യത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശബരിമല ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അക്കൗണ്ട് പരിശോധിക്കാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാവണം. അത് നാഷണലൈസ്ഡ് ബാങ്കിലെ അക്കൗണ്ട് അല്ല പരിശോധിക്കേണ്ടത്, സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവർ പോകണം. അങ്ങനെ പോയാൽ ആരൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ അവിഹിതമായ സ്വത്തും സമ്പാദ്യവും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാകും. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ CPM നേതാക്കന്മാരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഈ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രശാന്ത് മാറിയിരിക്കുകയാണ്. പ്രശാന്തിലേക്ക് പോലും ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ നീണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ പ്രശാന്തിനെ മാറ്റിയത്. പ്രശാന്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് 2019 ഈ ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ സ്വർണ്ണപ്പാളികളൊക്കെ ചെമ്പ് എന്ന് കണ്ടെത്തി അത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയില്ലേ, അത് തന്നെ 2025 അതേ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് 2019 ചെമ്പാക്കി അതിനെ സ്വർണം പൂശി കൊണ്ടുവന്നു. 2025 അത് ചെമ്പാക്കി വീണ്ടും ചെമ്പാക്കി സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകേണ്ട ഒരു പരിപാടിയായിരുന്നു. അപ്പോഴാണ് ഈ പിടിക്കപ്പെടുന്നത്, അപ്പോഴാണ് ഈ അന്വേഷണങ്ങൾ വരുന്നത്, പമ്പാതീരത്ത് അയ്യപ്പ സംഗമം നടക്കുന്നത്, അങ്ങനെയുള്ള തരത്തിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ PS പ്രശാന്ത് ശരിക്കും ഇതിൻ്റെ പിന്നിലെല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. ശബരിമലയിലെ വിഷയം യഥാർത്ഥത്തിൽ കണ്ടാൽ നമുക്ക് തോന്നും ബഹുമാന്യനായ CV രാമന് ശേഷം രസതന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം CPM-ൻ്റെ നേതാക്കന്മാർക്ക് കൊടുക്കണമെന്ന്. കാരണം അത്രയും മനോഹരമായിട്ടാണ് സ്വർണം ചെമ്പാവുകയും ചെമ്പ് സ്വർണമാവുകയും ചെയ്യുന്ന ഒരു രാസമാറ്റ പ്രക്രിയ CPM-ൻ്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പം പ്രശാന്തിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉയർന്നു വന്ന പേര് ശ്രീ സമ്പത്തിൻ്റെ പേരായിരുന്നു. CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, ലോക്സഭ അംഗമായിരുന്നു അദ്ദേഹം. CPM-നെ സംബന്ധിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നേതാവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സമ്പത്ത് ഈ പദവി ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നാണ്. എന്തുകൊണ്ടാണ് പാർട്ടിയിലെ തന്നെ സമുന്നതനായ ഒരു നേതാവ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കയ്യിൽ കിട്ടിയിട്ട് പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാതെ പോയത് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇനിയും ഒരുപാട് സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് തന്നെയാണ്. സംരക്ഷിക്കേണ്ടി വരും. അവിടെയാണ് ജയകുമാർ സാറിനെ പോലെ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഒരു IAS ഓഫീസറെ ഇപ്പോൾ ഈ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ശ്രീ ജയകുമാർ സാർ ഈ സ്ഥാനത്തേക്ക് വരുന്നത് വഴി 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്,
CPM ഒരു കാര്യം പരസ്യമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സമ്മതിച്ചിരിക്കുന്നു. പാർട്ടി പ്രതിനിധികളായി ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പോയവരെല്ലാം കള്ളന്മാരായിരുന്നു. പാർട്ടി ഏൽപ്പിച്ചവരെല്ലാം കള്ളന്മാരായിരുന്നു. അവർ കള്ളത്തരം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു പാർട്ടിക്കാരനെ അത് ഏൽപ്പിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹം തങ്ങൾക്കെതിരായി തിരിയും എന്ന് വളരെ കൃത്യമായി CPM മനസ്സിലാക്കി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ ജയകുമാർ സാറിനെ പോലെ ഉള്ള ഒരു മനുഷ്യൻ, ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ഈ ഒരു പദവിയിലേക്ക് വരുന്നതോടുകൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വൈകാരികതയെ തണുപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ CPMനുണ്ടായി. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇനി ജയകുമാർ സാർ എന്നല്ല, ആര് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ പദവിയിലേക്ക്, പ്രസിഡന്റ് പദവിയിലേക്ക് വന്നാലും ഈ കള്ളനെ കണ്ടെത്താനുള്ള സമഗ്രമായിട്ടുള്ള പദ്ധതികൾ അത് ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ഒരു ശേഷി അത് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട്, വിശേഷിച്ച കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട് എന്ന് തെളിയാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണമാണ്. ഒരു കാരണവശാലും ഇതിലേക്ക് ഒന്ന് ഇൻവോൾവ് ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായതാണ്. അത് ആദ്യം തന്നെ സ്പോൺസറെ കുറിച്ച് പഠിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഓരോരാളെയും അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ ബൈജു എനിക്ക് തോന്നുന്നു ഈ എൻ വാസുവിന് തുല്യമായി നിൽക്കുന്ന ഒരു ഓഫീസർ തന്നെയായിരുന്നു. പക്ഷേ ഇത്ര അധികം CPMുമായി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ്. ഇനി എൻ വാസുവിലേക്ക് പോകുന്നു. പിന്നീട് എൻ വാസുവിലേക്ക് പോയാൽ അത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോൾ ഈ ഒരു 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ സമയത്ത് തീർക്കേണ്ടതായിട്ടുണ്ട് അന്വേഷണം. അല്ലെങ്കിൽ കുറച്ച് നാളുകൾ നീട്ടിക്കൊടുക്കുമായിരിക്കും. എങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരിക്കും അന്വേഷണങ്ങൾ പൂർത്തിയാക്കുന്നത്. എന്ന് വച്ചാൽ ഒരു MLA, മുൻ മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ CPMൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു തർക്കവും വേണ്ട. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് CPM എൻ്റെ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടത്തിൻ്റെ അവസാനത്തെ ആണിയടിക്കൽ തന്നെയായിരിക്കും. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ആദ്യം തന്നെ വിശ്വാസി സമൂഹത്തെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിലേക്ക് 2 സ്ത്രീകളെ, 2 യുവതികളെ 18ാം പടി കയറ്റിയത് വഴി ഒരു വലിയ മുറിവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിച്ചത്. അതിൻ്റെ പരിഹാരം എന്നോണമാണ് കേരളത്തിൽ പല മാറ്റങ്ങളും അവർ നടത്തിയത്. ഹിന്ദു സംഘടനകളുമായി വലിയ ആത്മബന്ധം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടി അയ്യപ്പ മഹാസംഗമത്തിലേക്ക് പോയി. അയ്യപ്പ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി. ആ അയ്യപ്പ മഹാസംഗമത്തിൽ വെച്ച് ഭഗവത്ഗീത ഉച്ചരിക്കാൻ അല്ലെങ്കിൽ ഭഗവത്ഗീത പാരായണം ചെയ്യാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായി. അതുവഴി നഷ്ടപ്പെട്ടു പോയ വിശ്വാസി സമൂഹത്തെ തിരിച്ചുപിടിക്കാനുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽവിലാസത്തിൽ നടത്തി. പക്ഷേ അവിടെ അയ്യപ്പൻ അവരെ പിന്തുടർന്നു എന്നാണ് ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം അയ്യപ്പനോട് കളിച്ചവരാരും കേരളത്തിൽ രക്ഷപ്പെട്ട ചരിത്രമില്ല. ആ ചരിത്രം ആവർത്തിക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അയ്യപ്പ മഹാസംഗമം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും വലിയ ഒരു കൊടുങ്കാറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ആഞ്ഞുവീശേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ 2026 നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാട്ടുതീയായിരിക്കും. അതിൽ വെന്തുപോകുന്ന ഒരു മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ കാരണമായി നിൽക്കാൻ വേണ്ടി പോകുന്നത് ഈ അയ്യപ്പ വിഷയം തന്നെയായിരിക്കും.